ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സാധാരണ ഞാൻ തലേദിവസത്തെ വിശേഷമാണ് ഇന്ന് ഇത്രാം തീയതി, നാളെ ഇങ്ങനെ എന്നൊക്കെ പറയാറ്. പക്ഷേ ഇന്ന് ഞാൻ ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ വിശേഷങ്ങൾ. അപ്പോൾ പതിവ് പോലെ ഞാൻ രാവിലെ എണീറ്റു, ഒരു കുഴപ്പമില്ല, ഉഷാറായിട്ട് അങ്ങോട്ട് എണീറ്റു. അതപ്പോൾ നമ്മുടെ പാച്ചൂട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. ഇന്ന് പാച്ചൂട്ടനാണ് ഗുഡ് മോർണിംഗ് പറയാൻ വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങി, വലിയ കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷം, എന്താ പറയുക, നല്ല തെളിഞ്ഞ ആകാശം, നല്ലൊരു ദിവസം. അപ്പം അങ്ങനെ രാവിലെ ഇന്ന് ഡിവൈൻ എന്താ പറയുക, ഒന്ന് ബ്രൈഡൽ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ക്ലീനപ്പ് ചെയ്യാനും ഹെയർ ചെയ്യാനൊക്കെ ആയിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങൾ കറക്റ്റായിട്ട് ഡിവൈൻ്റെ ചാനലിൽ ഉണ്ടാവും, വീഡിയോസിൽ കാണാം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഡോണാണ് കൊണ്ടാക്കിയത്. അപ്പോൾ തോമ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തോമ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പയുടെ കൂടെ പൊക്കോളും. കാരണം ഇവിടെ നിർത്തി കഴിഞ്ഞ് ഇന്ന് ക്ലാസ്സില്ലല്ലോ, പ്ലേ സ്കൂള് ഇന്നില്ല, ശനിയാഴ്ചയല്ലേ, ഇന്നലെ, സോറി, എനിക്കിപ്പോൾ ആകെ തെറ്റണു. അങ്ങനെ അവർ പോയി. ഇന്ന് രാവിലെ എന്തുട്ടായിരുന്നു ഞങ്ങൾക്ക്, നമ്മുടെ നൂലപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബിസ്മിന്ന്, അതും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഡിവൈൻ രാവിലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എണീറ്റ് ഇവരുടെയൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാട്ടോ ഇന്നലെ എണീറ്റത്. അങ്ങനെ അപ്പോൾ നൂലപ്പവും മുട്ടക്കറിയും ചായയും ഒക്കെ കുടിച്ച് അവർ പോയി, ഡിവൈൻ പോയി. അപ്പോൾ ഡോൺ കൊണ്ടാക്കിയിട്ട് ആ വഴിക്ക് ഹബ്ബിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർസ് തോമു മാത്രമാണ് എണീക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ലീലാംച്ചി മുകളിലുള്ള കാരണം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇവർ ഡിംപിൾ പെട്ടെന്ന് ഇങ്ങനെ നിന്നപ്പോൾ ഞാനേ ഇത് വെച്ചപ്പോൾ അവൾക്ക് പെട്ടെന്ന് കാലെടുത്തതാണ്. ഇനിയിപ്പോൾ അത് കണ്ടിട്ട് ഇനി ഓരോന്ന് പറയേണ്ട വെച്ചിട്ട്, നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ എങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിന് നിൽക്കും. അപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരേ ഫോൺ വരുന്നത് ഡാഡിയെ കൊണ്ടുവന്ന് കാണിച്ചു തരാണ്. ഫോൺ വന്നു, അത് വന്നു, ഇത് വന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ അറിയാലോ, ഫോണിൽ എപ്പോഴും മെസ്സേജുകളും കോളുകളും വന്നിട്ട് എപ്പോഴും വരും. അപ്പോൾ ഫോൺ സൈലൻ്റ് ആയതുകൊണ്ട് കോളുകൾ അങ്ങനെ സാധാരണ കാണാറുമില്ല, പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാറുമില്ല കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, കോൾ എപ്പോഴും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ അവരെയൊക്കെ യാത്രയ്ക്ക് അകത്ത് കയറിയോട് കൂടിയിട്ട് വാഷിംഗ് മെഷീനിൽ തുണികളിട്ടു. അപ്പോൾ പതിവ് പടി ഡിമ്പിൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് കേട്ടോ. രാവിലത്തെ കഴിഞ്ഞ് ഡിവൈൻ പോയി. അപ്പോൾ ഞാൻ ഡാഡിയും കൂടിയിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് 10-10:30 ആയപ്പോഴേക്കും, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പോയി കഴിയുമ്പോഴാണ് നമ്മൾ ആ നടയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ അതേപോലെ നടയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പിന്നെ അടുത്തൊരു പരിപാടിക്കായിട്ടിരുന്നു. അപ്പോൾ ഡാഡി അതിൻ്റെ ഇടയിൽ പുറത്തേക്ക് ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തോടെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഡാഡി പോവാണ്. അപ്പോൾ അതോടുകൂടി ഡാഡിയുടെ ഷർട്ട് തയ്ക്കാൻ കൊടുക്കണം. നമ്മുടെ പരിപാടികൾക്കുള്ള ഷർട്ട് തയ്ക്കണ്ടേ, അത് തയ്ക്കാൻ കൊടുക്കണം. ഡാഡി റെഡിമെയ്ഡ് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. മുമ്പ് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ MK സിൽക്സില്ലേ, പിന്നെ അതിന് സിൽക്ക് കേന്ദ്ര, അവിടെ നിന്നാണ് കറക്റ്റ് കിട്ടുക, എല്ലാ കളറും ഒന്നിച്ച്. അവിടെ നിന്നാണ് കുട്ടികളുടെ ഡ്രസ്സ്, കുട്ടികളുടേത് പറഞ്ഞാൽ ആൺകുട്ടികളുടെ ആൻസഡായാലും ഇവർക്കൊക്കെ അവിടെ നിന്നാണ് റെഡിമെയ്ഡ് കിട്ടാറ്. അപ്പോൾ ഡിംപിൾ തുണികളൊക്കെ തോരയിട്ട് തുടങ്ങിയപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി ഫസ്റ്റ് പോസ്റ്റിങ്ങിനുള്ള പരിപാടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ അപ്പാപ്പൻ്റെ കൂടെ പാച്ചുരി കൊണ്ടുപോയി. കാരണം മമ്മി അവിടെ അമ്മ തുണി തോരയിടുകയാണ് അപ്പുറത്ത്. അപ്പോൾ എൻ്റെ പരിപാടികളും കഴിയണം. കാരണം ഞങ്ങൾക്കൊരു യാത്രയുണ്ട്, ഒരു യാത്രയല്ല, ജസ്റ്റ് ഒരു പർച്ചേസിങ്. കാരണം കല്യാണത്തിനുള്ള ഒരു സെറ്റ് ഡ്രസ്സല്ലേ ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 3 സെറ്റ് ഡ്രസ്സല്ലേ വേണ്ടത്. കല്യാണം വേണം, പിന്നെ എന്താ പറയുക, മറ്റേ ബാപ്റ്റിസത്തിന് വേണം, പിന്നെ ഒരു ചെറിയൊരു ഫങ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയിട്ടാണ്. അപ്പോഴേക്കും തുണികളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ഡിംപിൾ അത് മടക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യങ്ങളും, ഈ 2 കുട്ടികൾ കൂടിയിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് എൻ്റേതായ ഒരു കാര്യം മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് പറയും നന്നായി റെസ്റ്റ് എടുത്തോളൂ എന്ന്. അപ്പോൾ ഞാനും എല്ലാവരും പറയണതനുസരിച്ച് റെസ്റ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ലോണം. എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഒരു സെക്ഷൻ ഒരാളാണെങ്കിൽ അടുത്ത സെക്ഷന്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ കറിയും മറ്റേ തോരനുമാണ്. അപ്പോൾ എപ്പോഴും ഒരു പച്ചക്കറി വെക്കണത് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ.
പിന്നെ ബീഫിൻ്റെ ഉണ്ട്, പിന്നെ മീനുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ വറുക്കാനുള്ളതൊക്കെ ആ നേരത്ത് വറുത്താൽ മതി എന്ന് വെച്ചിട്ട് ഈ പരിപാടികൾ കഴിച്ചു വെച്ചു. പിന്നെ ഇന്നലത്തെ കറികളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. അപ്പോൾ ഇത് ലീലാമ്മച്ചിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ സ്പൂണടക്കം റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഡിംപിൾ ഡ്രസ്സ് മാറാൻ പോയത്. അപ്പോൾ അവിടുന്ന് പിന്നെ ലീലാമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടം അച്ചാറാണ്. അപ്പോൾ ആൾക്ക് ചൂടുള്ള ചോറും അച്ചാറും ഈ ചിക്കൻ കറി ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവിടെ അവൾ ചെയ്യുന്ന നേരം കൊണ്ട് ഞാനിവിടെ സാധാരണ നിങ്ങൾക്കറിയാലോ ശനിയാഴ്ച ദിവസമാണ് ഞാൻ എല്ലാ സംഭവങ്ങളും അടിച്ചു വാരലും ഒതുക്കലും ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഈ സെക്ഷൻ ഒരു ദിവസം മാത്രമേ ഞാൻ ഡിവൈൻ ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പറയും ഞാൻ ആവുന്നിടത്തോളം ഞാൻ ചെയ്തോളാം. പട്ടിക്കൂട് കഴുകൽ, പട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, അതോടുകൂടി ആ വശം ഈ സൈഡ് ഒതുക്കൽ, നനയ്ക്കലൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ അതിനൊന്നും നിന്നില്ല, ബാക്കിൽ മാത്രം ഒന്ന് ചെയ്ത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കയറിനോട് കൂടിയിട്ട് ഡിംപിൾ കുളിക്കാൻ പോയപ്പോൾ ഞാൻ ഡ്രസ്സ് മാറാൻ പോയോട് കൂടിയിട്ട് ഞാനൊരു കോഫി എടുത്തിട്ടു, കോഫി ഇട്ടു. അപ്പോൾ ലീലാമ്മച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാപ്പിയോ ചായയോ ഒന്നും വേണ്ട, ആൾ ചൂടുവെള്ളമാണ് കൂടുതൽ കുടിക്കുക. ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മാറാൻ പോണതിന് മുമ്പ് നമ്മുടെ ചാക്കോച്ചി ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഞാൻ കാണാറില്ല, അവൻ്റെ ലീലാമ്മച്ചിയുടെ അടുത്താവും കേട്ടോ അധിക ഭാഗം. അപ്പോൾ ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്നോടുള്ള കൊഞ്ചലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവനെയൊക്കെ കളിപ്പിച്ച് എടുത്തു വെച്ചതിന് ശേഷം 2-3 സാരികൾ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സാരി പാക്ക് ചെയ്യാനായിട്ട് എടുത്തു. അപ്പോൾ ഡിംപിളിൻ്റെ ഈ സാരി ഇതുപോലെ ഒരു കുട്ടിക്ക് അത്യാവശ്യം ഇങ്ങനെ വേണം, ഭയങ്കര ഇഷ്ടമായിട്ട് പറഞ്ഞപ്പോൾ ഞാനത് അവളും പറഞ്ഞു എന്നാൽ പിന്നെ കൊടുക്കാം, നമുക്ക് എന്താ പറയുക ഏറ്റവും വേണ്ടപ്പെട്ടൊരു കുട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയും പിന്നെ കളർ കോഡൊക്കെ ഒന്ന് മാറിയപ്പോൾ അത് ഒന്ന് ആവാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, സെയിം കളറ് ഒരെണ്ണം കൂടി ഉണ്ട്. കുറേ പേർക്ക് ഡിംപിളിൻ്റെ ആ സാരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം കൂടി സെയിം കളറ് ഡിംപിളിൻ്റെ അതുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് കുകുന്തയിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റിൽ സെൻറ്റ് മേരീസിൻ്റെ തൊട്ട് മുമ്പ്, അത് പറയാവും എളുപ്പം. ഇത് കഴിഞ്ഞിട്ടാണ് സെൻറ്റ് മേരീസ് വരണത്. അപ്പോൾ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ തലേ ദിവസം ഇവർ വേറെ സെക്ഷൻ പോയി ഞാനും ലീലാമ്മച്ചിയും കൊച്ചും മടങ്ങിയല്ലോ. അങ്ങനെ പാച്ചുതി അവിടെ കുകുന്തയിൽ താഴ്ത്ത് അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഫോണൊന്ന് കയ്യിൽ കിട്ടിയത് മൂപ്പർക്ക്. അപ്പോൾ അവന് ഞാൻ പറയാറില്ലേ, ഫോൺ അവന് വേറെ ഒന്നിനുമില്ല, ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് അങ്ങനെ 1 2 3 എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് വയ്ക്കുക, അതൊക്കെയാണ് മൂപ്പരുടെ പണി. അല്ലാണ്ട് അത് എടുക്കുക അതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. സൈക്രട്ടിൻ്റെ അവിടെ നിറച്ച് ഒരു കുട്ടികളല്ല, ഒത്തിരി പ്രായമുള്ളവരാണ്. എന്തോ ഒരു മീറ്റിങ്ങോ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വൃന്ദാവനിൽ നിന്ന് വല്ലതും കഴിക്കണോ ചോദിച്ചു ഡാഡി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ എല്ലാം റെഡിയാണ്, അപ്പോൾ അവിടെ പോയിട്ടാവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ സേക്രട്ടിൻ്റെ റൂട്ടിൽ മൊത്തം. അവിടെ നിന്ന് അങ്ങനെ തന്നെ ഇത് നമ്മുടെ ലൂർദ് പള്ളിയാണ്. അപ്പോൾ എന്നോട് 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൂർദ് പള്ളി കാണിച്ചോളൂന്ന്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞൊന്ന് കയറണം എന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഇന്ന് ഒരു പരിപാടി ഉണ്ട്, ശനിയാഴ്ചയല്ലേ, അപ്പോൾ കല്യാണമോ എന്തോ കാര്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെറുതെ കയറണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കയറാഞ്ഞതാട്ടോ. അവിടുന്ന് കെയറിൽ കയറാമെന്ന് വെച്ചു. പക്ഷേ മരുന്നിൻ്റെ ലിസ്റ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഹോം ഡെലിവറി മതി എന്ന് വിചാരിച്ചിട്ട് നേരെ ബിസ്മിയിലേക്ക് കിടന്നു. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ അമ്മോ കട്ട്ലറ്റും നല്ല ചിക്കൻ കട്ട്ലറ്റ്. ഡിംപിൾ 2 ചിക്കൻ കട്ട്ലറ്റ് കഴിച്ചു, ഒരു ചായ കുടിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാത്രിയിലേക്ക് ചപ്പാത്തി വാങ്ങിക്കാനാണ് പോയത് കേട്ടോ. അത് കഴിഞ്ഞ് ഈ പുതിയൊരു സാധനം എന്നിട്ട് സ്വീറ്റ് പൊറോട്ടയുടെ പോലെ ഒരു സംഭവം, നല്ല ടേസ്റ്റ്. അപ്പോൾ ശരിക്കും എനിക്ക് ഷുഗറൊക്കെ ഉള്ള കാര്യം ഞാൻ വിട്ടു. ഞാൻ വിചാരിച്ചു ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കിയപ്പോൾ ഭയങ്കര രസം കേട്ടോ. അതെന്താ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം തന്നെയാണ്. മടക്ക് പോലെയാണ് കണ്ടിട്ട്. അത് പൊറോട്ട അങ്ങനെ ലെയറാക്കി വെച്ച് വിളയിച്ചതാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. എനിക്കങ്ങനെ കുറേ മധുരം ഇഷ്ടമില്ലാത്ത ആളപ്പം ഞാൻ വിചാരിച്ചു ഷുഗറല്ലേ, കൂടണമെങ്കിൽ അങ്ങോട്ട് കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ഒരെണ്ണം എടുത്തിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ്, പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടുന്ന് അവിടെ വെച്ചിട്ട് ഡോണും തോമുട്ടനും, അപ്പോൾ തോമുട്ടനെ ഡോൺ അതിൻ്റെ ഇടയിൽ ഹബ്ബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലീലാമ്മയ്ക്കായാലും ഡിംപിളിനായാലും രണ്ടാളും ഒരുമിച്ച് കുറച്ച് നേരം, പ്രത്യേകിച്ച് തോമൻ അപ്പയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തൊരു അപ്പീലില്ല, പിന്നെ കരയും. അപ്പോൾ പിന്നെ അവൻ അപ്പയുടെ കൂടെ വിടുക ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചതാ വീട്ടിൽ വന്നപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഡോണൊക്കെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോണും ഒരു ചായ കുടിച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് അവൻ ഹബ്ബിലേക്കും പോയി, ഞങ്ങൾ ഇങ്ങോട്ടും പോന്നു. അപ്പോൾ ഡിംപിളിന് ഒരു പുളിമുട്ടിലിൽ നിന്ന് നമ്മളന്ന് കണ്ടില്ലേ ഒരു സാരി വന്നത്,
അപ്പോൾ അതിൻ്റെ ഒരു 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിനു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ സ്ഥിരം ഫോട്ടോഗ്രാഫറാണ് വിനു കേട്ടോ. അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഡ്രസ്സ് മാറണ ആ നേരത്തിൽ ഇതേ പാച്ചുവിൻ്റെ പണിയാണ് കണ്ടത്. അപ്പോൾ അപ്പോൾ അതിനുള്ള മാല ഡാഡി റെഡിയാക്കായിരുന്നു. കാരണം കുറച്ച് ബാക്ക് ചെയിൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിട്ട് അപ്പോൾ നമ്മൾ ആദ്യം മുടിയൊക്കെ മെടഞ്ഞിട്ടു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ തോന്നി അത് വേണ്ട, മൂപ്പർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ സ്റ്റൈലായിട്ട് വന്നാലും ആൾക്ക് ഇഷ്ടം സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് സർപ്രൈസായിട്ട് ഇതാ വരുന്നു, ഡിവൈൻ വരണോട് കൂടിയിട്ട് പാച്ചുവിൻ്റെ അപ്പ വന്നു. അപ്പോൾ ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഡിവൈൻ്റെ ഇതിൽ കാണൂട്ടോ. ഭയങ്കര സർപ്രൈസായിരുന്നു പാച്ചുവിന്. പാച്ചു കിടന്നിട്ട് എന്താ പറയുക, എന്താ കാണിക്കണ്ടായിരുന്നൊരു പിടുത്തമില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വിനു വന്നു. 5 മിനിറ്റ് ഞാനന്ന് പറഞ്ഞില്ലേ അവിടെ തൊട്ടടുത്തൊരു പാടത്ത് 2 ഫോട്ടോ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവർക്കും ആ സാരി ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല സാരി, എനിക്ക് അതെ പേഴ്സണലി ഒട്ടും കനല്ല, നല്ല എന്താ പറയുക ലിനൻ പോലെയുള്ള സാരി, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഡിമ്പിളിൻ്റെ എങ്ങനെയാ വെച്ചാൽ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഇത്തിരി തടി ഫീൽ ചെയ്തു. ബ്ലാക്ക് സാരി കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടിക്കെടുക്കായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ തോമുട്ടൻ പാവം എന്തേ കിടന്ന് ഉറങ്ങി. അപ്പയുടെ കൂടെ യാത്ര ചെയ്ത് കിടന്ന് ഉറങ്ങിയിട്ടാണ്. അപ്പോൾ അപ്പ വണ്ടി എടുക്കാൻ പോയിടത്തേക്കൊക്കെ അവനെ കൊണ്ടുപോയിണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവനങ്ങോട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത് ആൻസൺ ബ്രോ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാട്ടോ. അപ്പോൾ ഏതാണ് നോക്കാം. അപ്പോൾ ആൻസൺ എപ്പോൾ വരുമ്പോഴും ലഡു കൊണ്ടുവരും, പേസ്ട്രി ലഡു, ഇതാണ് അവൻ്റെ മെയിൻ സംഭവം. പലതരം ലഡുകളാണ് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ പറഞ്ഞു, ഞാൻ തിന്നാണ്ടിരിക്കാൻ മനഃപൂർവ്വം കൊണ്ടുവന്നല്ലടാ ഈ സ്വീറ്റ്സ്, ഒരെണ്ണം എരിവുള്ളതില്ലല്ലോടാ എന്ന് പറഞ്ഞപ്പോൾ മമ്മി ബണ്ണ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ബണ്ണ് കൊണ്ട് വെച്ചൊക്കെ തമാശക്കിട്ടോ. അപ്പോൾ അവനറിയാം അവിടെ പാറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ് ബണ്ണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വെച്ച് ചീസോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അവർ കഴിക്കുന്നത് അവനറിയാം. അപ്പം അങ്ങനെ ബണ്ണും നമ്മുടെ ഹോട്ട് ഓവനിൽ നിന്ന് ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, അവർ പറഞ്ഞു എന്നാൽ ഒരു പുറത്ത് പോയിട്ട് വരാം, കാരണം ആൻസിന് ഷർട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ശരി എന്നാൽ ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലീലാമ്മച്ചി പറഞ്ഞു ഞാനില്ല, പിന്നെ ചാക്കോച്ചനെ ഇനിയുള്ള ദിവസം ഒന്ന് ശ്രദ്ധിക്കണ്ടേ, അവന് പെട്ടെന്ന് എന്താ പറയുക ഇങ്ങനെ വയ്യാണ്ടാവാറുള്ളതല്ല. ഇപ്പോൾ കുഴപ്പമില്ല, എങ്കിലും ഇനിയിപ്പോൾ 2-3 കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് പുറത്തേക്ക് ഒന്നും കൊണ്ടുപോകണ്ട, ഇനി വല്ലതും വരണ്ടാന്ന് വെച്ച് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും പോകണില്ല, കാരണം ചോറും കറികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ ഈ ഷർട്ട് എടുത്ത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ആവും വരിക. അപ്പോൾ അവർ കഴിച്ചിട്ട് വരട്ടെ, എന്നാൽ നമുക്ക് ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് ഞാനും ഡാഡിയും ലീലാമ്മച്ചിയും വീട്ടിലിരുന്നു. അവരിതേ പോകാനായിട്ട് പുറപ്പെടാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി പോയിട്ട് പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് 1-ാം തീയതി തൊട്ട് 8 നോയമ്പല്ലേ. അപ്പോൾ ആൻസിന് വെച്ചാൽ വരുമ്പോൾ ആൻസിന് പച്ചക്കറിയോട് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും വരണതല്ലേ, ആ വരണ ദിവസം നമ്മൾ സ്വതവേ പണ്ട് തൊട്ട് എങ്ങനെയാണ് നമ്മൾ മക്കൾ വരുമ്പോൾ അതിനൊരു പ്രത്യേകത ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ സാധാരണയൊന്നുമില്ല, നമ്മളുള്ള പോലെ ഒന്നിച്ച് കഴിക്കാറ് പതിവ്. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ പോലെ ഇന്നലെ മറ്റേ എന്താ പറയുക കറി രാത്രിയായിട്ട് ഇനി എന്തെങ്കിലും ചെയ്യണ്ടേ, അപ്പോൾ അവന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, അപ്പോൾ കഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ട് പോണതല്ല കേട്ടോ, ഇത് അപ്പയും മോനും കൂടിയിട്ട് കെസ് ബേബിയുടെ അടുത്തേക്ക് പോണതാണ്. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോയി ഒന്ന് വട്ടിട്ടിട്ട് വരാം. അപ്പോൾ ഡിംപിള് ഫോട്ടോഷൂട്ടിന് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നേരത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. പക്ഷെ അവർ വരാനായിട്ട് കുറേ ലേറ്റായി, അപ്പയും മോനും കൂടിയിട്ട്. ഡിംപിൾ അപ്പം തന്നെ വന്നു, അപ്പയും മോനും വരാൻ ലേറ്റായി. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കിടക്കണതിൻ്റെ തൊട്ട് മുമ്പാണ് കേട്ടോ ഇവർക്ക് ഞാൻ ഫുഡ് കൊടുക്കാറ്. പക്ഷെ ഇന്നലെ ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പോകേണ്ടതല്ലേ, വേഗം അവർക്കുള്ള ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ ലീലാമ്മച്ചി കഴിച്ച എന്താ പറയുക പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതുവരെ ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അപ്പോൾ ഞാൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം എന്താ പറയുക കുറേ ലേറ്റായിട്ടല്ലേ ഞങ്ങൾ വന്നതും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു, ചായ കുടിച്ചില്ല. പിന്നെ ഞാൻ ഈ ഷുഗർ കൂടുതലുള്ള കാരണം മാക്സിമം അതൊക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തുണി, അപ്പോൾ ഞാൻ അവരെ അവർക്ക് പാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യോടെ ഇറച്ചിയും വെച്ച് കൊടുക്കാം, ഇനിയിപ്പോൾ എന്തിനാ ലേറ്റ് ആക്കണേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറച്ചി വെച്ച് കൊടുത്തു. ഞാൻ ഒരിക്കലും ചെയ്യാറില്ല കേട്ടോ അങ്ങനെ. ഇറച്ചിയൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ കിടക്കണതിൻ്റെ തൊട്ട് മുമ്പ് ഈ ഭാഗമൊക്കെ വീഡിയോ എടുക്കാറ്. പക്ഷെ അതൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ പതുക്കെ ഇങ്ങോട്ട് കിടന്നപ്പോൾ ഇവരൊക്കെ റെഡിയായി പോകാനായിട്ട് റെഡിയായിട്ട് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു
അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ വരുന്നില്ല, എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം കാലത്തോട്ട് ഓർഡറും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഞാൻ അതൊക്കെ എടുത്തിട്ട് ഞങ്ങളിവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയിട്ട് സമാധാനത്തിൽ വായോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവരങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞു അതുവരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉഷാറായിട്ട് അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അവരെയൊക്കെ വിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ വേറൊരാളുടെ ശബ്ദം കേട്ടാൽ ഇവിടെ കിയ കിടന്ന് ബഹളം വയ്ക്കും. അപ്പോൾ കിയരെ വഴക്ക് പറഞ്ഞിട്ട് പോകണം കേട്ടോ വണ്ടിയുമായിട്ട്. അങ്ങനെ ഞാൻ കിച്ചണിൽ അപ്പോൾ വർക്ക് ഏരിയ കഴിഞ്ഞു, പട്ടികളുടെ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കിച്ചൺ ശരിക്കും 7 മണി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ കിച്ചൺ ഒതുക്കി അവിടെയും ക്ലീനാക്കി ഇട്ടു. കാരണം ഇവർ ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് ഞങ്ങളുടേതായ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കിരുന്നു. ഇപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 9:30 ഒക്കെ ആയപ്പോൾ അവരിതേ മടങ്ങിയെത്തി. അപ്പോൾ അവർ ഫുഡും കൊണ്ടാണ് വന്നത്, കാരണം കുട്ടികളെയും കൊണ്ടിരുന്ന് കഴിക്കേണ്ട. പിന്നെ പോയി കൊടുത്ത് ഭയങ്കര തിരക്ക്. അപ്പോൾ ആൻസറിന് ഇഷ്ടമുള്ള നമ്മൾ അന്നാളൊരിക്കൽ മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ബീഫ്, അതാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു വെറൈറ്റി സംഭവമാണല്ലോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല, വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴാണ് നമ്മളുടെ പള്ളിയിലേക്ക് കൊടുക്കേണ്ട പേപ്പറുകൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തോമുൻ്റെ, അത് കഴിഞ്ഞിട്ട് വേണം പാച്ചുവിൻ്റെ. അപ്പോൾ ഇവരൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇതേ കണ്ടു, ഞാൻ കുറച്ച് ചോറാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചോറെടുത്ത് ഞാനത് ഉണ്ണാനായിട്ട് അവിടെ ഇരുന്നു. പക്ഷെ അപ്പോഴാണ് ട്വിസ്റ്റ് വന്നത്. ആ ഉണ്ട് കഴിഞ്ഞ് അങ്ങനെ വർത്തമാനം പറയായിരുന്നു. എന്താ എനിക്ക് ഉണ്ടായത് എനിക്കറിയില്ല. പെട്ടെന്ന് അങ്ങോട്ട് ബോഡി വീക്കായി. എന്തിന് പറയണു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വന്നു എന്നെ. ഇപ്പം ദൈവം സഹായിച്ച് വേറൊരു കുഴപ്പമില്ല. ഞാനിവിടെ വന്നിരിക്കേണ്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ ഡിവൈനോ ഡിംപിളോ ആരെങ്കിലുമൊക്കെ പറയും കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തായാലും ഇന്നലെ എല്ലാം കഴിച്ചു വെച്ചതാണ്, എന്നാൽ പിന്നെ അതങ്ങോട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.